Press the bell icon on the YouTube app and never miss another update. Hi, hello friends, welcome back to our channel. ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ DIYs ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അത് ഉപയോഗിക്കാൻ നേരം എല്ലാം പല വീഡിയോസ് ഇടാൻ നേരം പല ആൾക്കാരും ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കാൻ നേരം കുറച്ച് സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും കാണുമോ, എന്തെങ്കിലും പ്രശ്നം നമുക്ക് വരുമോ എന്നൊക്കെ. സോ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാമെന്ന്. നമ്മൾ പൊതുവെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹെയർ മാസ്ക് ആയാലും ഫേസ് മാസ്ക് ആയാലും നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലും യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതർവൈസ് നമുക്ക് സൈഡ് ഇഫക്ട്സ് വരാനുള്ള ചാൻസസ് ആണ് കൂടുതലും ഉള്ളത്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോയത്. ഞാൻ പോയിന്റ് വൈസ് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യം പറയാമെന്ന് വിചാരിച്ചു. ഏറ്റവും ഫ്രീക്വന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് നമുക്ക് തുടങ്ങാം ഈ വീഡിയോയിലേക്ക്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മഞ്ഞളിൽ നിന്ന് തുടങ്ങാം. മഞ്ഞൾ എന്തുവാ നമുക്ക് എല്ലാവർക്കും അറിയാം, ടർമറിക്. നമ്മൾ ഫേസ് കെയറിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ മഞ്ഞൾ. സ്പെഷ്യലി നമ്മൾ ഇന്ത്യൻ ഫേസ് കെയർ റൂട്ടീനിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ തന്നെ ഉണ്ട് നമ്മുടെ ഈ മഞ്ഞളിന്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ മഞ്ഞൾ. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ നമുക്ക് രണ്ട് ടൈപ്പ് കിട്ടും. നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന മഞ്ഞളുണ്ട്, നമ്മുടെ സാധാരണ കിട്ടുന്ന പച്ചമഞ്ഞളും ഉണ്ട്. ഈ രണ്ട് സാധനം നമുക്ക് മുഖത്ത് ഉപയോഗിക്കാം. പക്ഷെ കുറച്ചുകൂടെ നല്ലത് എപ്പോഴും നമ്മൾ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ ഫേസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതായിരിക്കും എപ്പോഴും ഫേസിന് വേണ്ടി നല്ലത്. പക്ഷെ അത് ഉപയോഗിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അത് നമ്മൾ വളരെ കൂടുതൽ എമൗണ്ടിൽ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫേസ് മൊത്തം ഒരു യെല്ലോ ടിന്റും വരും. അതുപോലെ തന്നെ ചൊറിച്ചിലും പുകച്ചിലും തോന്നും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ എന്ന് വെച്ചാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് അല്ല. ഒരിക്കലും നമ്മൾ മഞ്ഞൾ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യില്ല. നമുക്ക് അതും വലിയ എമൗണ്ടിൽ, കുറച്ച് എമൗണ്ട് ഒക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പിമ്പിൾസ് ഒക്കെ വന്ന അതിന്റെ മടിക്ക് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഫുൾ ഫേസിൽ നമ്മൾ ഹൈ ക്വാണ്ടിറ്റിയിൽ കൂടുതലും 2-3 സ്പൂണൊക്കെ ഉപയോഗിക്കുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം പൊള്ളും. എന്നിട്ട് പ്രത്യേകിച്ച് നമ്മൾ അത് കഴിഞ്ഞ് വെയിലത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ പറയുകയും കൂടെ വേണ്ട, നമ്മുടെ ഫേസ് വളരെയധികം ടാനിങ് ആവും. അതുകൊണ്ട് ഈ മഞ്ഞൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാതെ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ എന്തെങ്കിലും കടലമാവാകട്ടെ, അതുപോലെ തന്നെ പയറുപൊടിയാവട്ടെ, ഇതിൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എന്തെങ്കിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണം എപ്പോഴും ഇത് ഉപയോഗിക്കാൻ വേണ്ടി, അതിന്റെ ഇന്റൻസിറ്റി ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടി. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ മഞ്ഞൾ തേക്കാൻ തരുള്ള സ്റ്റെയിൻ ഉണ്ടല്ലോ, ചെറിയൊരു മഞ്ഞ കളർ നമ്മുടെ ഫേസിലാവുന്നത്, അത് അവോയ്ഡ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അടുത്ത വളരെ കോമൺ ആയിട്ടുള്ള ഒരു DIY ഇൻഗ്രീഡിയന്റ് ആണ് അലോവേര. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കേട്ടുപരിചയമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ അലോവേര. പണ്ട് നമ്മുടെ നാട്ടിൽ അത്രയൊന്നും ആരും അലോവേരയെ പറ്റി മൈൻഡ് പോലും ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഈ അലോവേര ഇപ്പം വളരെ ക്രേസ് ആണ്. സ്പെഷ്യലി ഇപ്പം ഇന്റർനെറ്റിലായാലും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് പ്രൊഡക്ട്സിലായാലും ക്രീമിലായാലും ലോഷൻസിലായാലും അലോവേര ബേസ്ഡ് ഒരുവിധ എല്ലാ പ്രൊഡക്ട്സിലും കാണാറുണ്ട്. അത്രമാത്രം ഗുണങ്ങളുണ്ട് ഈ അലോവേരയ്ക്ക്. അതുകൊണ്ടാണ് ഇത് വളരെയധികം ഫേമസ് ആയതും അതുപോലെ തന്നെ എല്ലാവരും അതിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയതും. ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന്. പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ഉപയോഗിച്ചവർക്ക് എപ്പോഴായാലും ഒരു പണി കിട്ടാതിരുന്ന് കാണത്തില്ല. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തത്. ഈ അലോവേര പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് വളരെ മാജിക്കലി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതിന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ ഫേസിലെ ഇൻഫ്ലമേഷൻ, പിമ്പിൾസ് വന്നു കഴിഞ്ഞുള്ള മാർക്സ് ഫെയ്ഡ് ചെയ്യാനും ഒക്കെ വളരെയധികം നല്ലതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേര പ്ലാന്റ് ഡയറക്റ്റ് ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് അലോവേര പ്ലാന്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഫേസിന് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ, അലോവേര നമുക്കിപ്പോൾ ഡയറക്റ്റ് കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ എന്തോന്നാണ് നമ്മൾ ഫേസ് ക്രീം അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം. കിട്ടാത്തപ്പോഴാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ജെല്ലുകളൊക്കെ മേടിക്കുന്നത്. ഡയറക്റ്റ് ഉള്ളവർക്ക് അത് വളരെ ഈസിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലോവേര ഒരു തരത്തിലുള്ള സെക്യുലന്റ് ആണ്. മീൻസ് ഈ അലോവേരയുടെ അകത്ത് ജെല്ലും ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഒരു കോമ്പണന്റും ഉണ്ട്, ലാറ്റക്സ് എന്ന് പറയുന്നത്. ഈ ലാറ്റക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യെല്ലോ കളറിൽ ഒരു തരത്തിലുള്ള ദ്രാവകം പോലെയാണ്, ഒരു ലിക്വിഡ് ആണ് അതിനകത്തുള്ളത്. ഈ അലോവേരയുടെ പ്ലാന്റ് നമ്മൾ വെട്ടാൻ നേരം താഴേന്ന് ഫ്ലഷ് ഉള്ള വശത്ത് വെട്ടാൻ നേരം നമുക്ക് എപ്പോഴും ഒരു മഞ്ഞ കളറിൽ ലിക്വിഡ് പോകും. പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വിചാരം അത് ഫേസ് ഇട്ടാൽ ചിലപ്പോൾ ഇച്ചിരൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് അത് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിച്ചപ്പോൾ ഒരു പ്ലാന്റ് ഞാൻ കട്ട് ചെയ്ത് ഉപയോഗിച്ചപ്പം ആ യെല്ലോ പാർട്ടൂടെ വെച്ചാണ് ഞാൻ എൻ്റെ ഫേസിൽ റബ്ബ് ചെയ്തു. എനിക്ക് ഇത്ര ഇറിറ്റേഷൻ വന്നിട്ടുള്ള വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല. ഞാനത് ഉപയോഗിച്ച് എൻ്റെ ഫേസ് മൊത്തം റെഡ് ആയിരുന്നു. അന്ന് നമുക്ക് എന്തുവാ അലോവേര എത്രയും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ഇവരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഇതിൻ്റെ അകത്ത് യെല്ലോ സാധനം മുഖത്ത് തേക്കല്ലെന്ന്.
അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചത്. പല ആൾക്കാർക്കും അറിയത്തില്ല. ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നവർ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അത് ഉപയോഗിക്കാതെ എപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം എവിടെയെങ്കിലും ചാരി വെക്കുക. അതിൻ്റെ അകത്തുള്ള ആ യെല്ലോ സാധനം പോയി കഴിഞ്ഞ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അവിടെ നിന്ന് ചെറിയ കട്ട് ആക്കി കഴിഞ്ഞ് ആ യെല്ലോ ഫുള്ള് പോയി നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞ് നല്ലോണം കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് ഈ അലോവേരയുടെ ജെല്ലായാലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതർവൈസ് നമുക്ക് വളരെയധികം ഇറിറ്റേഷൻ വരാറുണ്ട്. ഞാൻ ഈ സെയിം സാധനം എൻ്റെ ഹെയർ ഓയിലിംഗ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ സ്കിൻ കെയറിൻ്റെ അകത്ത് നമ്മൾ ഈ നാച്ചുറൽ DIYs ഒക്കെ പറയുന്നുണ്ടല്ലോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരുവിധം അലർജി വരാത്തവർക്ക് പോലും ഫേസിൽ ഇറിറ്റേഷൻ വരുന്ന ഒരു കാര്യമാണ്. ഞാനിത് ഫസ്റ്റ് ടൈം ഉപയോഗിച്ച് ഈ മഞ്ഞ കളറുള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ വിചാരം അലോവേര അത്രയ്ക്ക് മോശമായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ ഇംപ്രഷൻ അത്രയ്ക്ക് മോശമായിരുന്നു അലോവേരയെ പറ്റി. പിന്നാണ് എനിക്ക് മനസ്സിലായിട്ട് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ സാധനം ഞാൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നാരങ്ങ. ചെറുനാരങ്ങ ആയാലും വലിയ നാരങ്ങ ആയാലും, പക്ഷെ നമ്മൾ ഫേസ് കെയറിൽ ചെറുനാരങ്ങ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ നാരങ്ങ ഉപയോഗിക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരിക്കലും ഡയറക്റ്റ് നാരങ്ങ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോസ് ഇടാറില്ല. പേഴ്സണലി ഞാൻ ചെയ്യാറുമില്ല. എനിക്കറിയാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ ഡയറക്റ്റ് നാരങ്ങ എത്രമാത്രം പവർഫുൾ ആണ്, എത്രമാത്രം അതിന്റെ pH ലോ ആണെന്ന്. അതിനകത്തുള്ള അസിഡിക് നേച്ചർ, സിട്രിക് ആസിഡ് ആണത്. നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നതിൽ നമുക്ക് ഇറിറ്റേഷൻ വരും. നമുക്കറിയാം ഒരു നാരങ്ങ പിഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു സിമെന്റ് തറയോ അതിലോട്ടൊന്ന് പിഴിഞ്ഞിട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ആ സിമെന്റ് തറയിലോട്ട് നമ്മൾ ഇടുവാണെങ്കിൽ അവിടുത്തെ തറയുടെ ആ വശങ്ങൾ എവിടെ ലെമൺ ജ്യൂസ് വീഴുന്നു അവിടെ ഒന്ന് പൊള്ളലേറ്റ പോലെ ഒരു വൈറ്റ് കളർ കാസ്റ്റ് പോലെ വരും. അപ്പൊ നമുക്ക് വിചാരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഇത്ര ഹാർഡ് സർഫസ് ആയിട്ട് പോലും അവിടെ അങ്ങനെ ഒരു കാസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ ഫേസിൽ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ നേരം എത്രമാത്രം ഡാമേജ് ആയിരിക്കും വരുത്തിയെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം നമ്മൾ അപ്ലൈ ചെയ്യാൻ നമ്മളിരിക്കും എത്രമാത്രം ഗ്ലോ വന്നെന്ന്. പക്ഷെ ആ ഗ്ലോ നമുക്ക് അറിയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്തൊക്കെ പോവല്ലോ, അന്നേരം നമ്മുടെ ഫേസിലെ ടാനിങ് കൂടി നമുക്ക് അവിടെ കറുത്ത ഡ്രൈ പാച്ചസ് അതുപോലെ തന്നെ ബ്ലാക്ക് പിഗ്മെന്റേഷൻ അവിടെ കൂടും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നാരങ്ങ ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യില്ല. എസ്പെഷ്യലി നാരങ്ങ പകുതിയായിട്ടൊക്കെ മുറിച്ച് ഫേഷ്യലൊക്കെ ചെയ്യില്ല. നമ്മൾ ഈ ഫ്രൂട്ട് ഫേഷ്യൽ ചെയ്യുന്ന പോലെ അല്ല നമുക്ക് നാരങ്ങ ഉപയോഗിക്കേണ്ട ഒരു സാധനം. അത് നമ്മൾ പല ഇൻഗ്രീഡിയൻസിന്റെ കൂടെ മിക്സ് ചെയ്ത് കുറച്ചൊരു ചെറിയ പ്രപ്പോർഷനിൽ ഉപയോഗിക്കുവാണെങ്കിൽ അതിൻ്റെതായ നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റ് അത് നമുക്ക് തരും. അത് എപ്പോഴും വേറെ ഇൻഗ്രീഡിയൻസിന് കൂടെ ആഡ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ, അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി. കൂടുതലും നല്ലത് അസിഡിക് അല്ലാത്തുള്ള നമ്മളിപ്പോൾ കടലപ്പൊടി അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ പയറുപൊടി, മുൽത്താനി മെട്ടി അതിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അസിഡിറ്റി അതിന്റെ കുറച്ച് നമുക്ക് അതിന്റെ നാച്ചുറൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് അതാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇതിനൊരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, തുണി കഴുകുന്ന സോപ്പ്. ആ തുണി കഴുകുന്ന സോപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തുണിയുടെ അഴുക്ക് കളയാൻ. പക്ഷെ ആ സോപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സോപ്പിന്റെ മെയിൻ കണ്ടന്റ് എന്തുവാ? ഓയിലും അതുപോലെ തന്നെ സോഡയാണ്. ഈ രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ സോപ്പ് ഉണ്ടാകുന്നത്. പക്ഷെ ഈ രണ്ട് സാധനം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തുണിയിലോട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്തുമായിരിക്കും അതിന്റെ എഫക്ട് വരുന്നത്? ആ ഉപയോഗിക്കുന്ന സോഡ വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ തുണി പിഞ്ചാൻ തുടങ്ങും, വെറും സോഡ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ. അതുപോലെ ഓയിൽ തുണിയിലോട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓയിൽ അവിടെ സ്റ്റെയിൻ ഉണ്ടാക്കും, പാടുണ്ടാക്കും. പക്ഷെ ഈ രണ്ടുകൂടെ മിക്സ് ചെയ്യുന്ന സാധനം എന്തുവാണ്? സോപ്പ്. അത് വെച്ച് നമ്മൾ തുണിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുവാണ് എഫക്റ്റ് വരുന്നത്? തുണി വൃത്തിയാക്കുന്നത്. അതേ സെയിം കോൺസെപ്റ്റ് ആണ് നമ്മൾ പല DIY നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാൻ തരും. അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ എംഫസൈസ് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യേണ്ട അളവിൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ചെയ്യേണ്ട രീതി ചെയ്യുക. അല്ലാത്തപ്പോഴാണ് നമുക്ക് ഈ സൈഡ് ഇഫക്ട്സ് വരുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ച വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ നമ്മൾ നോർമൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാലും അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം സ്പെഷ്യലി ഇപ്പോൾ വളരെ റീസെൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ മേക്കപ്പ് എല്ലാം കഴിഞ്ഞൊരു മേക്കപ്പ് ക്ലെൻസർ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ. പക്ഷെ ഇത് ഉപയോഗിക്കാൻ നേരം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കോക്കനട്ട് ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമഡോജനിക് ആണ്. കൊമഡോജനിക് മീൻസ് നമ്മുടെ ഫേസിലുള്ള പോർട്സിനെ അത് ക്ലോഗ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് അത് പറയുന്നത്. ഈവൻ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചാലും അതുപോലെ തന്നെ ഒലിവ് ഓയിൽ അങ്ങനെയുള്ള ഒരുവിധ ഓയിൽസ് എല്ലാം മാക്സിമം അതിന്റെ നേച്ചർ കൊമഡോജനിക് ആണ്. ചില ചുരുക്കം ഓയിൽസും അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസ് മാത്രമേ ഉള്ളൂ കൊമഡോജനിക് നേച്ചർ ഇല്ലാത്തത്. അതുകൊണ്ട് കൊമഡോജനിക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന്റെ അകത്തുള്ള പോർട്സിനെ ബ്ലോക്ക് ചെയ്ത് അവിടുന്ന് ഡേർട്ടിനെ ട്രാപ്പ് ചെയ്ത് പിമ്പിൾസ് എത്രയോട് അഗ്രിവേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലുള്ള ഓയിൽസ് ആണിത്. അതുകൊണ്ടാണ് ഈ ഓയിൽസ് യൂസ് ചെയ്യാവുന്ന ഒരു
ഒരു കൃത്യ അളവിൽ അതുപോലെ തന്നെ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യാതെ ഒരു ലിമിറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ട് ഈ അൺനെസസറി സൈഡ് എഫക്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ട് എപ്പോഴും ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് അങ്ങ് വിട്ടേക്കില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് സൈഡിൽ നമുക്ക് 4 വശമുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതെല്ലാം അതിനകത്ത് വന്നിരുന്ന് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഇച്ചിരൂടെ അഗ്രിവേറ്റ് ചെയ്ത് നമുക്ക് പിമ്പിൾസ് കൂടത്തേ ഉള്ളൂ. കോക്കനട്ട് ഓയിൽ ഒരു നാച്ചുറൽ മേക്കപ്പ് റിമൂവർ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ട് അതൊരു നല്ല ക്ലെൻസറും കൊണ്ട് കഴുകിക്കളയാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നാച്ചുറൽ ആയിട്ട് ക്ലെൻസർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അധികം പാരബിൻസും അങ്ങനെയുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഫേസ് വാഷ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി പറയാൻ പോകുന്ന 2 ഫേമസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ടൂത്ത് പേസ്റ്റും ബേക്കിംഗ് സോഡയും. ഈ 2 എണ്ണവും നമ്മൾ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഇടയ്ക്ക് വെച്ച്. എസ്പെഷ്യലി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങും ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മുടെ ഫേസിന് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കുന്നതെന്ന് ആരും പറഞ്ഞു തരാറില്ല. വളരെയേറെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ 2 ഇതും. ഇത് നാച്ചുറൽ ഒട്ടും അല്ല. ആദ്യത്തെ കാര്യം തന്നെ ഇത് നാച്ചുറൽ അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട് ഇതിന്. ആദ്യം തന്നെ ബേക്കിംഗ് സോഡയെ പറ്റി പറയാം. ബേക്കിംഗ് സോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ അത് എത്രമാത്രം ഹാർംഫുൾ ആണെന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല. ബേക്കിംഗ് സോഡ എന്ന് വെച്ചാൽ വളരെ അബ്രേസീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ വളരെ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. കൂടുതൽ പേരും നമ്മൾ കേട്ട് കാണും ബേക്കിംഗ് സോഡ ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് മാറുമെന്ന്. ഏറ്റവും വലിയൊരു മിത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചാൽ എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഫേസിൽ ബേക്കിംഗ് സോഡ അപ്ലൈ ചെയ്യല്ലേ. എന്താ വെച്ചാൽ അത് അപ്പം തന്നെ റിയാക്ഷൻ അറിയാൻ പറ്റും. എൻ്റെ അത്യാവശ്യം സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്ക് ഇതുകൊണ്ട് നല്ല പണി കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അവിടെ സ്കിന്നിന്റെ അത്രയും വശം പൊള്ളിയ പോലെ ആയിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാനുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അറിയത്തില്ല. പല വീഡിയോസും നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ നെറ്റിൽ സെർച്ച് ചെയ്താലും കാണും കോൾഗേറ്റ് ഉപയോഗിച്ച് ഫേസ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വെളുപ്പിക്കുക എന്നുള്ളത്. പക്ഷെ ഇത് ഏറ്റവും വലിയ ഹാമാണ് നമ്മുടെ ഫേസിന് നമ്മൾ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒട്ടും നാച്ചുറൽ അല്ല. അതിൻ്റെ അകത്ത് പല ടൈപ്പ് കെമിക്കൽസ് ആണ് ആഡഡ്. പല ടൈപ്പ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോലും പറ്റാത്ത കെമിക്കൽസ്. ഫോർ എക്സാമ്പിൾ ഫ്ലോറൈഡ്, അതൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കെമിക്കൽസ് അല്ല അത്. സോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യല്. സ്പെഷ്യലി ഡയറക്റ്റ് ആയിട്ട് ഒട്ടും ചെയ്യല്. വേറെ ഏത് ഇൻഗ്രീഡിയന്റ് ആയിട്ട് മിക്സ് ചെയ്ത് പോലും ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്തില്ല ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ്. അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള എൻ്റെ ഒരു ചെറിയൊരു സജഷൻ ആണ് നമ്മൾ DIYs ഉപയോഗിക്കുന്നത്. സ്പെഷ്യലി ഹെയർ കെയർ ആയാലും ഫേസ് കെയർ ആയാലും എല്ലാവരും മോഡറേഷനിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ആ ഇന്റൻസിറ്റി അതിന്റെ ആ പ്രയോജനം ഇച്ചിരി കുറയത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടൊരു കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ നേരം കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കിൻ ആയാലും ഹെയർ ആയാലും അതിന് ഇച്ചിരി ടൈം കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമോ ഫേസിലായാലും ഹെയറിലായാലും ഇത് നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചുള്ളത് കൊണ്ട് ഞാൻ പറയുവാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ നേരം കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സമയം കൊടുക്കണം. അതിന് നമ്മുടെ സ്കിൻ ആയാലും ഹെയർ ആയാലും ഹീല് ചെയ്യാനുള്ളത് റിപ്പയർ ചെയ്യാനുള്ളത് ആ സമയം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ തന്നെ നാച്ചുറലി ആണ് അതിന് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടും. നമ്മുടെ ഹെയറിലും അങ്ങനെ തന്നെയാണ്. സോ ഏത് നാച്ചുറൽ സാധനങ്ങളായാലും കെമിക്കൽ സാധനങ്ങളായാലും യൂസ് ചെയ്യാൻ നേരം ഒരു മോഡറേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് നല്ല റിസൾട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. എക്സസീവായിട്ട് നമ്മൾ പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് മുഖത്തായാലും ഹെയറിലായാലും വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്ത ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ഇറ്റ്സ് മീ നയന സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.